ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തേത് ഈ കഴിഞ്ഞ ജൂലൈ 3 സെയിൻറ്റ് തോമസ് ഡേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫീസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയതും തോമസ് നാമധാരികളുള്ള എല്ലാവരും കാഴ്ചവെച്ചതും അതിൻ്റെ വീട്ടിലെ സെലിബ്രേഷനും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്ങും അതുപോലെ തന്നെ കുറച്ച് സേമിയ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് കസ്റ്റാർഡ് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നതെന്നില്ല, എന്തെങ്കിലും ഒരു മധുരം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നൊരു കൊച്ചു സെലിബ്രേഷൻ അത് ചെയ്യാറുണ്ട്. പിന്നീട് കുടുംബ ലിറ്റർജിയിലുള്ള ഫീസ്റ്റ് ഡേ പ്രെയറാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പ്രെയർ റൂമിൽ വെച്ച് തന്നെ നമ്മൾ എന്താണോ ആ ഒരു സ്വീറ്റായിട്ടുള്ളത് അത് നമ്മൾ അവിടെ വെച്ച് പങ്കെടുക്കും. കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേക്ക്, ഇപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി. മിക്കവാറും ഞങ്ങൾ ബർത്ത്ഡേസിനും കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഫീസ്റ്റ് ഡേക്ക് എപ്പോഴും പുഡിങ്ങാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് എല്ലാവർക്കുമായിട്ട് പങ്കിടുകയാണത്. കാരണം അന്നത്തെ ദിവസം ക്രൈസ്തവനെ സംബന്ധിച്ച് ബർത്ത്ഡേ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫീസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബർത്ത്ഡേനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്നതാണ് ഫീസ്റ്റ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ പലരും ഇത്ര ഇങ്ങനെയായിട്ട് ആഘോഷിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മാമോദീസയ്ക്ക് ഇടുന്ന പേര്, മാമോദീസ എന്ന ഒരു ക്രൈസ്തവനാക്കുന്നൊരു ഇതാണല്ലോ, ചടങ്ങാണല്ലോ മാമോദീസ. അതിനിടുന്ന പേര് ഒരു വിശുദ്ധൻ്റെ പേരായിരിക്കും നമുക്കിടുക. ആ ഒരു പേര്, ആ ഒരു നാമധേയത്തിലുള്ള ആ ഒരു വിശുദ്ധൻ്റെ ഫീസ്റ്റ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റേത് തോമസ് എന്നാണ് പേര്, പള്ളിയിലിട്ടിരിക്കുന്ന മാമോദിസ നെയിം. അപ്പോൾ ആ ഒരു സെൻറ്റ് തോമസിൻ്റെ അന്ന് സെൻറ്റ് തോമസ് ഡേ, അതിൻ്റെ അന്ന്, അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഫീസ്റ്റ് ഡേ കൊണ്ടാടുന്നത്. അപ്പോൾ അതിന് വീട്ടിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കി ആ പ്രെയർ ചൊല്ലി ആ ഒരു നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന വ്യക്തിയെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് അനുമോദിക്കുക. അല്ലെങ്കിൽ അവരിതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദിവ്യബലിയിൽ സംബന്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണയായിട്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് കൂടുതലായിട്ട് ചെയ്യാറ്. പക്ഷേ അത് എല്ലാവരും ചെയ്യണമെന്നാണ് അച്ഛന്മാരൊക്കെ നമ്മളോട് പറയുന്നത്. ഞങ്ങളിത് വർഷങ്ങളായിട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ സെഷനാണ്. ഇതാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലി, അത് പപ്പ, മമ്മി, സിസ്റ്ററാണത്. പിന്നെ ഞങ്ങളെല്ലാ പരിപാടിക്കും ഒരു ഫോട്ടോ സെഷൻ ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെയാണല്ലോ ഭാവിയിലേക്ക് ഓർത്ത് വെക്കാനുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വ്ളോഗായിട്ട് ഇട്ടത്. താങ്ക് യു.